ഹായ് ഗൈസ്, വെൽക്കം ടു ദ ഡാൻസ് സെക്ഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാർ എന്ന സിനിമയിലെ ശിവശങ്കർ എന്ന സോങ്ങിൽ ഹൃത്തിക് റോഷനും ടൈഗർ ഷോഫും കൂടി ചെയ്തിരിക്കുന്ന സിഗ്നേച്ചർ സ്റ്റെപ്പിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതേ സോങ്ങിനെ തന്നെ ഹൃത്തിക് റോഷൻ ചെയ്തിരുന്ന സ്റ്റെപ്പിന്റെ ട്യൂട്ടോറിയൽ ഇവിടെ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരെന്തായാലും ജസ്റ്റ് ചാനലിൽ പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. മാത്രമല്ല നമ്മുടെ ഈ ചാനലിലെ ഡാൻസ് സെഷൻ കൂടാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്ന കാര്യമാണ്, ഡാൻസ് സെഷൻ കൂടാതെ തന്നെ നമുക്ക് ടെക്നോളജിക്കും ആർട്ടിനും DIY പിന്നെ മൂവീസിനൊക്കെ സെഷൻസ് ഉണ്ട്. ഈ മൂവീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇനി അങ്ങോട്ട് മൂവീസിന്റെ ഒരു ജാഗ്രത തന്നെയാണ്. ഒട്ടനവധി സിനിമകൾ നമുക്ക് OTT പ്ലാറ്റ്ഫോമിലായിട്ടും അല്ലെങ്കിൽ തിയേറ്ററിലായിട്ടും റിലീസിനുണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ പ്രേക്ഷകരൊക്കെ ഈ സിനിമകളുടെയൊക്കെ ടീസറും ട്രെയിലറിനും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ടീസറിന്റെ ട്രെയിലറിന്റെയൊക്കെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലെ മൂവി സെക്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഒട്ടുമിക്ക സിനിമകളുടെയൊക്കെ റിവ്യൂ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവരും ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളുടെ എല്ലാ അപ്ഡേഷൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യം നമുക്ക് ഫുട് വർക്ക്സ് നോക്കാം. സ്റ്റെപ്പിന്റെ ആദ്യം ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് ക്രോസ് ചെയ്ത് വെക്കുക, ദെൻ റൈറ്റിലേക്ക് ദെൻ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് 1 2 3. അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് ലെഗിന്റെ ബാക്കിൽ ക്രോസ് ചെയ്ത് വെക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്ക്. ഇവിടുന്ന് 1 2 3. അപ്പൊ നിങ്ങൾ ഈ ഡാൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃത്തിക് സാറ് ജസ്റ്റ് കാല് അടുത്തേക്കാണ് വയ്ക്കുന്നത്, അതേസമയം ടൈഗർ ഷോഫ് കാല് കുറച്ച് വൈഡ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കംഫർട്ടബിൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പം ഈ 1 2 3 ഈ 1 2 3 ഈ സ്റ്റെപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 6 വട്ടം 1 2 3 റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഓരോ 1 2 3ലും എങ്ങനെയൊക്കെയാണ് ഹാൻഡ് മൂവ്മെന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേല് 1 2 3 ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ്, ഒരു വേവ് മൂവ്മെന്റ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 1 2 3 റൈറ്റ് ഹാൻഡ് കൊണ്ട്. സോ ഇവിടുന്ന് 1 2 3 ദെൻ 1 2 3 ദെൻ അടുത്ത 1 2 3 1 2 3 ദെൻ 1 2 3 ദെൻ 1 2 3 1 2 3. ഇതൊക്കെയാണ് ഹാൻഡ് മൂവ്മെന്റ്സ്. സ്റ്റെപ്പ് ഒന്നുകൂടെ നോക്കാം. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2. അപ്പൊ അതെങ്കിലും സ്റ്റെപ്പിലെ ലെഗ് മൂവ്മെന്റ്സ് നോക്കാം. ആദ്യം റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് ദെൻ ലെഫ്റ്റിലേക്ക് ഫ്രണ്ടിലേക്ക്. ഈ രണ്ട് ലെഗും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മുടെ അബ്ഡമൻ ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അതായത് 1 2 and 3 and 4. ഈ സ്റ്റെപ്പിലെ ഹാൻഡ് മൂവ്മെന്റ്സ് പറയുകയാണെങ്കിൽ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡും റൈസ് ചെയ്യണം. അതായത് 1 2 3 and 4. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ ജസ്റ്റ് ജമ്പ് ചെയ്യാണ്. അതായത് ആദ്യം ഇങ്ങനത്തെ ഒരു ജമ്പ്, അതായത് റൈറ്റ് ലെഗ് ജസ്റ്റ് ബെൻഡ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് സ്ട്രൈറ്റ് ആക്കി വെക്കുക, ബോഡി റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുക സ്ലൈറ്റ് ആയിട്ട് വന്ന്, ദെൻ ബാക്ക് ടു സെയിം പൊസിഷൻ, ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്യുക. പ്രാവശ്യം ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുക, റൈറ്റ് ലെഗ് സ്ട്രൈറ്റ് ആക്കിയിട്ട് ബോഡി പോസ്റ്റർ ചെറുതായിട്ട് ലെഫ്റ്റിലേക്ക്, ദെൻ ബാക്ക് ടു സെയിം പൊസിഷൻ. ഇനി ഓരോ സ്റ്റെപ്പിലെ ഹാൻഡ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ജമ്പിൽ ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് ഒന്ന് വീശുക, ദെൻ ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുക. രണ്ട് കൈ ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലും ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലും പൊസിഷൻ കീപ്പ് ചെയ്യുക. ദെൻ അടുത്ത ജമ്പിൽ റൈറ്റ് ഹാൻഡ് ജസ്റ്റ് വീശുക, ദെൻ ബാക്ക് ടു സെയിം പൊസിഷൻ. അടുത്ത സ്റ്റെപ്പിൽ ബോഡി ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ട്രെയിൻ ചെയ്തിട്ട് ലെഫ്റ്റ് ലെഗ് 2 വട്ടം റൈസ് ചെയ്യുക. അപ്പൊ തന്നെ ബോഡിയും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. അതായത് 1 2. ഒപ്പം തന്നെ ഹാൻഡ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രണ്ട് കൈയും ജസ്റ്റിന്റെ അവിടെ ജസ്റ്റ് മുകളിലേക്ക് റൈസ് ചെയ്യുക. അതായത് 1 2 ഇങ്ങനെ. ഈ സ്റ്റെപ്പ് നമ്മൾ രണ്ടോടെ റിപ്പീറ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്മൾ നോക്കാം. 1 2 3 4 5 6. ഇത് കഴിഞ്ഞ സ്റ്റെപ്പില് നമ്മൾ ബോഡി കുറച്ച് ലൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്. അതായത് ആദ്യം റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് ദെൻ ലെഫ്റ്റിലേക്ക്, അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ലൂസ് ആയിട്ട് നടന്നു പോവുക. പിന്നെ അപ്പൊ അതിന്റെ ഹാൻഡ് മൂവ്മെന്റ് ശ്രദ്ധിക്കാം. അപ്പൊ സ്റ്റെപ്പ് നോക്കാം. 1 2 3 and 4 ഇങ്ങനെ ലൂസ് ആയിട്ട് മുമ്പിലേക്ക് നടന്നു വരികയാണ്. സ്റ്റെപ്പ് നമ്മൾ നോക്കാം. സോ 1 2 3 and 4. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നമ്മുടെ പഴയ സ്റ്റെപ്പിന്റെ കണ്ടിന്യൂഷൻ ആണ്, റിപ്പീറ്റേഷൻ ആണ്. അതായത് 1
2, 3 and 4. Then 1, 2, 3, 4. 1, 2, 3, 4. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള സ്റ്റെപ്പിൽ ബോഡിൻ്റെ ഒരു വേവ് മൂവ്മെന്റ് ആണ്. സ്റ്റെപ്പ് നോക്കാം. 1, 2, 3, 4. ഈ ജസ്റ്റ് ഒരു വേവ് മൂവ്മെന്റ്, അതായത് ഈ ഒരു വേവ് മൂവ്മെന്റ് ജസ്റ്റ് ക്ലിയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് നല്ല ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് നോക്കാം. 1, 2, 3, 4, 1, 6.